ഇന്ന് ഭൂട്ടാനിലെ ഞങ്ങളുടെ അവസാന ദിനമാണ്. ഇവിടുത്തെ വിസ്മയ കാഴ്ചകളും ജനതയുടെ ആതിഥ്യ മര്യാദകളും കുളിർമയാർന്ന കാലാവസ്ഥയും സർവോപരി കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറിക്കഴിഞ്ഞ ഗൈഡുകളും ഡ്രൈവർമാരും എല്ലാം വർണ്ണശബളമായ ഓർമ്മകളായി മാറുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള മൊണസ്ട്രിയാണ് ഇന്ന് സന്ദർശിക്കുന്നത്. ഗൂഗിൾ സെർച്ച് പ്രകാരം ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് വഴി നീളെ. പക്ഷേ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഗൈഡുകൾ വിശദീകരിച്ചപ്പോൾ 36 പേരുള്ള ഞങ്ങളുടെ ഗ്രൂപ്പ് 22 ചുരുങ്ങി. ബാക്കിയുള്ളവർക്ക് താഴ്വാരത്ത് തന്നെ ഒരു ലോക്കൽ സൈറ്റ് സീയിങ് ഏർപ്പെടുത്തി. ടൈഗർ നെസ്റ്റ് അഥവാ പാറു തത്സംഗ് മൊണസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര്. 3 മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ട്രക്കിംഗ് ആണ് ഈ യാത്രയുടെ ഹൈലൈറ്റ്. ഹോട്ടലിൽ നിന്നും പാക്ക് ചെയ്തു തന്ന ഭക്ഷണവുമായി ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടു. നേരിയ കുളിര് യാത്ര കൂടുതൽ മിഴിവിട്ടതാക്കി. അത്രയൊന്നും വിശാലമല്ലാത്ത റോഡിൽ പലയിടത്തും പോണികൾ എന്നറിയപ്പെടുന്ന ചെറിയ കുതിരകളുടെ കൂട്ടങ്ങൾ കാണാം. സാധാരണ കുതിരകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിപ്പം കുറവാണ്. ഏതാണ്ട് 7:30 ഞങ്ങൾ താഴ്വാരത്തെത്തി. ധാരാളം ടൂറിസ്റ്റുകളും തീർത്ഥാടകരും ദിവസവും വന്നെത്തുന്ന പ്രദേശമായിട്ടും ഇവിടെ കടകളോ ഹോട്ടലുകളോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും തന്നെയില്ല. അതിന് കാരണങ്ങൾ പലതാണ്. പ്രധാനമായും ഇത് ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ്. രണ്ടാമതായി ഈ ആവാസ വ്യവസ്ഥ അതിൻ്റെ തനിമയോടെ നിലനിൽക്കണമെന്നതും ഭരണകൂടത്തിന് നിർബന്ധമുണ്ട്. വളരെ പുരാതനമായ കെട്ടിടമാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ കൃത്യമായ ഇതിൻ്റെ പഴക്കം ലഭ്യമല്ല. 1692 ഈ ആരാധനാ സമുച്ചയം നിർമ്മിക്കപ്പെട്ട സമയത്തോ അതിനുശേഷം പല നൂറ്റാണ്ടുകളിലായി നടന്ന ഏതെങ്കിലും പുനരുദ്ധാരണ സമയത്തോ പണിച്ചതാകാം എന്നു മാത്രമാണ് ലഭ്യമായ വിവരം. 1000 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മൊണസ്ട്രിക്ക് ഉൾവശം സന്ദർശിക്കാനാണ് ഈ നിരക്ക്. ഞങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുത്ത് സാവധാനം യാത്ര തുടങ്ങി. ഇതൊരു ട്രക്കിംഗ് അനുഭവമാണെന്ന് പറഞ്ഞല്ലോ. കൃത്യമായ നിരപ്പാർന്ന വഴിയല്ല ഇനി മുന്നിൽ. പാറക്കെട്ടുകളിലൂടെയും മലമടക്കുകളിലൂടെയും കയറണമെങ്കിൽ കൃത്യമായ സപ്പോർട്ട് വേണം. അതിനുപയോഗിക്കുന്ന ബലമുള്ള കമ്പുകൾ ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. 100 രൂപയാണ് വാടക. പകുതി ദൂരം വരെ വേണമെങ്കിൽ ഈ പോണികളെ ഉപയോഗിച്ച് കയറാം. 1200 രൂപയാണ് ചാർജ്. ഞങ്ങൾ നടന്നു കയറാൻ തന്നെ തീരുമാനിച്ചു. വഴിയിൽ വെച്ച് നൽകിയ 2 ബിസ്ക്കറ്റുകളുടെ നന്ദി സൂചകമെന്നോണം ഇദ്ദേഹവും ഞങ്ങളെ കുറേ ദൂരം പിന്തുടർന്നു. ദൂരെ മലമുകളിൽ കാണുന്നതാണ് പാറു തത്സംഗ് മൊണസ്ട്രി അഥവാ ടൈഗർ നെസ്റ്റ്. അടിവാരത്ത് നിന്നും 3.5 കിലോമീറ്ററാണ് ദൂരം. ഉയരം 1700 അടി. ഇവിടം മുതൽ കയറ്റം ആരംഭിക്കുകയായി.
പോകുന്ന വഴിയിൽ പലയിടത്തും ഇതുപോലെ ശില്പഭംഗിയാർന്ന ചെറിയ ചെറിയ നിർമ്മിതികൾ കാണാം. സമീപത്തായി തെളിനീരൊഴുക്കിക്കൊണ്ട് ഒരു കൊച്ചരുവിയും. ബുദ്ധസന്യാസിമാർ ധ്യാനത്തിലിരുന്നിരുന്ന സ്ഥലങ്ങളാണത്രേ ഇവ. 1692 അന്നത്തെ ഭരണാധികാരി ഈ മൊണസ്ട്രി നിർമ്മിച്ചത്. പർവ്വത മുകളിലുള്ള പാറക്കെട്ടുകൾക്കിടയിലെ ഒരു ഗുഹയ്ക്ക് ചുറ്റുമായാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ ഗുഹയ്ക്കുള്ളിലാണത്രേ ഗുരു റിംപോച്ചെ എന്നറിയപ്പെടുന്ന ഗുരു പത്മസംഭവ 3 വർഷം 3 മാസം 3 ആഴ്ച 3 ദിവസം 3 മണിക്കൂർ തപസ്സിരുന്നത്. ടിബറ്റിൽ നിന്നും ചിറകുള്ള പുലിപ്പുറത്തേറിയാണ് വന്നതെന്ന് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടം ടൈഗർ നെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഏതായാലും ഗുരു റിംപോച്ചെയാണ് ഭൂട്ടാനിലെ വജ്രയാന ബുദ്ധിസത്തിൻ്റെ സ്ഥാപകനെന്ന് കരുതുന്നു. ഇന്നിത് ഭൂട്ടാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. കയറി പലരും ക്ഷീണിച്ചെങ്കിലും ചുറ്റുപാടുമുള്ള കാഴ്ചകളുടെ മനോഹാരിതയിൽ ലയിച്ച് വീണ്ടും യാത്ര തുടർന്നു. പോണികളുടെ സഹായത്തോടെയും കയറുന്നവരുണ്ട്. പക്ഷേ ആകെ ദൂരത്തിൻ്റെ പകുതി വരെ മാത്രമേ ഇങ്ങനെ പോകാൻ കഴിയൂ. യാത്രക്കിടയിലെ അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് ഇവിടം. അല്പമൊന്നിരുന്ന് ക്ഷീണം തീർത്ത് വീണ്ടും യാത്ര തുടർന്നു. ചെങ്കുത്തായ കയറ്റം തുടരുകയാണ്. 1998 അലക്ഷ്യമായി കത്തിച്ചുവെച്ച ഒരു നെയ്വിളക്കിൽ നിന്നും തീ പടർന്ന് മൊണസ്ട്രിക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ക്ഷേത്രത്തിലുണ്ടായിരുന്ന പല പുരാവസ്തുക്കളും ചുമർ ചിത്രങ്ങളും മറ്റും നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ഭൂട്ടാൻ ഭരണകൂടം രാജകുടുംബത്തിൻ്റെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ 2005 പൗരാണികത അതേപടി നിലനിർത്തിക്കൊണ്ട് മൊണസ്ട്രി പുനർനിർമ്മിച്ചു. ഇത് മറ്റൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നിന്നും നോക്കിയാൽ അടുത്ത മലയുടെ പാറക്കെട്ടുകൾക്കിടയിൽ മൊണസ്ട്രി കാണാം. മൊണസ്ട്രിയും മലകൾക്കിടയിൽ പടർന്നു കിടക്കുന്ന വിശാലമായ താഴ്വാരവും ഹരിതാപമായ നിബിഡ വനങ്ങളും എല്ലാം ചേർന്നൊരുക്കുന്ന കാഴ്ച വിഭ്രമാത്മകമാണ്. ഇവിടെ നിന്നും
ഈ പടികളിറങ്ങി അടിവാരത്തെത്തി അവിടെ നിന്ന് വീണ്ടും പടികൾ കയറി വേണം മൊണസ്ട്രിയിലെത്താൻ. എന്നാൽ എല്ലാ യാത്രാക്ഷീണങ്ങളും മറക്കത്തക്ക കാഴ്ചയാണ് അടിവാരത്ത് ഞങ്ങളെ എതിരേറ്റത്. ഏതാണ്ട് 197 അടി ഉയരം നിന്നും താഴേക്ക് പതിക്കുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം. സത്സംഗ് വാട്ടർഫോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു ആധ്യാത്മിക പരിവേഷം കൂടി ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകൾ ദുഷ്ചിന്തകൾ അകറ്റാനും കർമ്മശുദ്ധി വരുത്താനും കഴിയുമെന്നാണ് വിശ്വാസം. പ്രകൃതിയുടെ വിസ്മയം, വിസ്മയത്തിൻ്റെ വൈഭവം എല്ലാം കണ്ട് രോമാഞ്ചമണിഞ്ഞു നിന്ന നിമിഷങ്ങൾ. പ്രകൃതിയൊരുക്കിയ പശ്ചാത്തല സംഗീതത്തിൽ അലിഞ്ഞ് ഞങ്ങൾ വീണ്ടും പടികൾ കയറി ബുദ്ധസന്യാസിമാരുടെ ആശ്രമത്തിൻ്റെ തിരുമുറ്റത്തേക്ക്. ഞങ്ങൾക്ക് മുന്നേ വന്ന സംഘാംഗങ്ങൾ അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആശ്രമത്തിനുള്ളിൽ ക്യാമറ അനുവദനീയമല്ല. 4 പ്രധാന ക്ഷേത്രങ്ങളും നിരവധി മെഡിറ്റേഷൻ റൂമുകളും അവയെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇടുങ്ങിയ കൽഗോവണികളുമെല്ലാമുള്ള ഭീമാകാരങ്ങളായ നിരവധി ഗുഹകളുടെ ആകെത്തുകയാണ് ഈ സമുച്ചയം. ഗുഹകളുടെ മുൻവശമാണ് പരമ്പരാഗത രീതിയിൽ ആശ്രമം കെട്ടി സംരക്ഷിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങളും മിത്തുകളും നാടോടി കഥകളും സർവോപരി ഭ്രമാത്മകമായ പ്രകൃതിയും സുഖശീതളമായ അന്തരീക്ഷവും ചേർന്ന് അനുഗ്രഹിച്ച ഈ പുണ്യഭൂവിൽ നിന്നും ഞങ്ങൾ സാവധാനം പടിയിറങ്ങി, ഒരിക്കലും മായാത്ത കാഴ്ചകളുടെ വിസ്മയങ്ങൾ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട്.